ബി.ജെ.പിയുടെ കോർപ്പറേഷനിൽ എസ്റ്റേറ്റ് വാർഡിൽ പുതിയ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. പുതിയ ആളല്ല. കാരണം 2015 ഒരു വോട്ടിന് പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയാണ് ആ ഒരു വോട്ടിന് പരാജയപ്പെടുകയും ഇപ്പോൾ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയായി എത്തുകയും ചെയ്യുന്നതിനേക്കാൾ? 2015 ഞാൻ ആദ്യമായിട്ട് എസ്റ്റേറ്റ് വാർഡിൽ മത്സരിക്കുന്നത്. പാർട്ടി നിർദ്ദേശപ്രകാരം അന്ന് മത്സരിച്ചു. അന്ന് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും പക്ഷേ എന്നാൽ ഞങ്ങൾ ഓരോ വോട്ടിന് പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ അത് ഒരു വോട്ടിൻ്റെ പരാജയമായിട്ട് എടുക്കാതെ അതൊരു വിജയമായി എടുത്തുകൊണ്ട്, അതൊരു ചവിട്ടുപടിയായി എടുത്തുകൊണ്ട് അതിൽ തുടർന്നുള്ള 5 വർഷവും വളരെ ഭംഗിയായിട്ട് അവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും അതിൻ്റെ ഫലമായിട്ട് 2020 ആ വാർഡ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇപ്പോൾ ആ വാർഡ് നിലനിർത്തുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അത് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അഭിലാഷ് വീണ്ടും നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകരുടെയും എൻ്റെയും ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ എസ്റ്റേറ്റ് വാർഡിലെ ജനങ്ങളത് ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും ആ വാർഡ് നിലനിർത്തും. തീർച്ചയായും ആ ഒരു വോട്ട് ആർ അഭിലാഷ് എന്ന പേര് ഒരിക്കലും അവർ മറക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷ ഇത്തവണ എത്രത്തോളം? അതെ, അത് തന്നെയാണ് ഇപ്പോഴെൻ്റെ ശക്തി എന്ന് പറയുന്നതും ഒരു കരുത്തെന്ന് പറയുന്നത് അതാണ്. തീർച്ചയായിട്ടും ആ ഒരു വോട്ടിൻ്റെ കുറവ് ഇപ്രാവശ്യം എസ്റ്റേറ്റ് വാർഡിലെ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർ, സ്നേഹനിധികളായ വോട്ടർമാർ അത് തീർക്കും. ഇപ്രാവശ്യം എനിക്ക് അവർ നല്ല ഭൂരിപക്ഷത്തോടുകൂടിയുള്ള ഒരു വിജയം നൽകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെ സഹപ്രവർത്തകരും എല്ലാവരും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിജയം തീർച്ചയായിട്ടും ബി.ജെ.പിയോടൊപ്പം നിൽക്കും. കഴിഞ്ഞ തവണത്തെ വിജയം എത്ര വോട്ടായിരുന്നു? 275 വോട്ടിൻ്റെ ഭൂരിപക്ഷം വനിതാ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു നമ്മളൊക്കെ. അപ്പോൾ അത് വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും അന്നത്തെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മുതൽക്കൂട്ടാവും. കൗൺസിലറുടെ പ്രവർത്തനങ്ങളും പിന്നെ വാർഡിൽ കഴിഞ്ഞ 5 വർഷവും വളരെ സജീവമായിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ കൗൺസിലറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൽ കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അവർക്ക് എത്തിക്കുന്ന കാര്യത്തിലായിരുന്നാലും എന്തൊക്കെ കാര്യങ്ങൾ കോർപ്പറേഷനിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടും എന്ന് ജനങ്ങൾ അറിഞ്ഞവർ 5 വർഷമാണ് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ജനങ്ങൾ, എസ്റ്റേറ്റ് വാർഡിലെ ജനങ്ങൾ അവർ ബി.ജെ.പി പ്രതീക്ഷയോടെ കാണുകയാണ്. വികസിത അനന്തപുരി എന്നുള്ള ഞങ്ങളുടെ മുദ്രാവാക്യം അവർ ഏറ്റെടുക്കും. തീർച്ചയായിട്ടും ബി.ജെ.പി ഈ വർഷവും നിലനിർത്തും. എസ്റ്റേറ്റ് വാർഡിലെ മുഴുവൻ ജനങ്ങളും ഞങ്ങളോടൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കരുതുന്നത്. തന്നെയാണ് 2015 ഒരു വോട്ടിന് നഷ്ടപ്പെട്ടു. പിന്നീട് അത് വനിതാ വാർഡായി 200 വോട്ടിന് മുകളിൽ വിജയം നേടാൻ കഴിഞ്ഞു. ഇത്തവണ വിജയിക്കാനാവും. അതുകൊണ്ട് ആർ അഭിലാഷ് എന്ന പേര് ആരും മറക്കില്ല എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്.